ലോകത്താദ്യമായി നൈട്രജൻ വാതകം ശ്വസിപ്പിച്ച് വധശിക്ഷ നടപ്പിലാക്കി. അമേരിക്കയിലെ അലബാമ സംസ്ഥാനത്താണ് സംഭവം. ഇതിനു മുൻപ് വരെ വിഷം കുത്തിവെച്ചായിരുന്നു അമേരിക്കയിൽ വധശിക്ഷ നടപ്പിലാക്കിയിരുന്നത്. പുതിയ രീതിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തെത്തി. കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട കെന്നത്ത് സ്മിത്ത് എന്ന 59-കാരനെയാണ് നൈട്രജൻ വാതകം ശ്വസിപ്പിച്ച് വധശിക്ഷ നടപ്പിലാക്കിയത്. വാടക കൊലയാളിയാണ് സ്മിത്ത്. 1988 വടക്കൻ അലബാമയിൽ എലിസബത്ത് സെനറ്റ് എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയതാണ് കേസ്. കൊലപാതകത്തിലെ മറ്റൊരു പ്രതിയുടെ വധശിക്ഷ 2010 നടപ്പിലാക്കിയിരുന്നു. കൊലപാതകം നടന്ന സ്ഥലത്ത് താൻ ഉണ്ടായിരുന്നുവെങ്കിലും കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലെന്ന് സ്മിത്ത് വാദിച്ചു. സ്മിത്തിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. 1996 വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇതിനെതിരെ നിരവധി തവണ അപ്പീലുകൾ നൽകി. പല കാരണങ്ങളാൽ വധശിക്ഷ നീണ്ടുപോയി. ഇന്ന് നിലവിലുള്ളവയിൽ വേദനയില്ലാത്ത വധശിക്ഷയാണ് ഇതെന്നാണ് അധികൃതരുടെ വാദം. എന്നാൽ സ്മിത്തിന്റെ അഭിഭാഷകൻ ഇതിനെതിരെ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അതൊന്നും കോടതി അംഗീകരിച്ചില്ല. ഈ വർഷം ആദ്യം നടന്ന വാദത്തിലാണ് മാസ്കിലൂടെ നൈട്രജൻ വാതകം ശ്വസിപ്പിച്ച് വധശിക്ഷ നടത്താൻ US ഫെഡറൽ കോടതി ഉത്തരവിട്ടത്. ഇത് ക്രൂരമായ രീതിയാണെന്നും നടപ്പിലാക്കുമ്പോൾ പാളിച്ചയുണ്ടായാൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുമെന്നും സ്മിത്തിന്റെ അഭിഭാഷകൻ വാദിച്ചു. ശിക്ഷ നടപ്പിലാക്കുന്ന മുറിക്കുള്ളിൽ കുറ്റവാളിയെത്തിച്ച് കൈയും കാലും കെട്ടിയിട്ട ശേഷം വാതകം ശ്വസിപ്പിക്കും. ശരീരത്തിലെ ഓക്സിജൻ നഷ്ടപ്പെട്ട് മരിക്കുന്നതിന് മുൻപ് അബോധാവസ്ഥയിലേക്ക് കടക്കും. 40 സെക്കൻഡിനുള്ളിൽ മരണവും സംഭവിക്കും. അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിൽ 27 സംസ്ഥാനങ്ങളിലാണ് കുറ്റകൃത്യത്തിന് വധശിക്ഷ നൽകുന്നത്. ഫെഡറൽ സംവിധാനമായതിനാൽ ഓരോ സംസ്ഥാനത്തും നിയമത്തിലും ശിക്ഷയിലും വ്യത്യാസമുണ്ട്. ഒക്ലാഹോമ, മിസിസിപ്പി സംസ്ഥാനങ്ങളിലും നൈട്രജൻ ശ്വസിപ്പിച്ച് വധശിക്ഷ നടപ്പിലാക്കാൻ നിയമമുണ്ട്. എന്നാൽ ഈ സംസ്ഥാനങ്ങളിൽ ഇന്നുവരെ ഇത്തരം വധശിക്ഷകൾ നടപ്പിലാക്കിയിട്ടില്ല. വിവിധ രാജ്യങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് വധശിക്ഷകൾ നടപ്പിലാക്കുന്നത്. അമേരിക്കയിൽ വിഷം കുത്തിവെച്ചായിരുന്നു ഇതിനു മുൻപ് വരെ ശിക്ഷ നടപ്പിലാക്കിയിരുന്നത്. തൂക്കിലേറ്റുന്നതും ശരീരത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടും വധശിക്ഷകൾ നടപ്പിലാക്കാറുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചെറിയ കുറ്റങ്ങൾക്ക് പോലും പരസ്യമായി തലവെട്ടുന്ന പ്രാകൃത രീതികളാണ് ചില അറബ് രാജ്യങ്ങൾ പിന്തുടരുന്നത്. രാജ്യാന്തര തലത്തിൽ വധശിക്ഷ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന അഭിപ്രായവുമുണ്ട്. 100-ലധികം രാജ്യങ്ങൾ വധശിക്ഷ നിയമപരമായി നിരോധിച്ചിട്ടുണ്ട്.